ഹൈമാവതി കൃഷി വ്ളോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ ഇവിടെ നടാൻ പോകുന്നത് വെച്ചാൽ ചാക്കിൽ ചകരിച്ചോറും കരിയിലയൊട്ടിക്കുള്ള ഒരു ഇതാണ് നടാൻ പോകുന്നത്. ഇതാ 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 ഈ ചാക്കിൽ കരിയിലിട്ടിട്ടുണ്ട്. ഇത് പിന്നെ ഇത് വളവും ഇത് എല്ലുപൊടി, കുമ്മായം, ചകരിച്ചോറ്, കാലിവളം ഇതെല്ലാം കൂടിയിട്ടുള്ള ഇതായത് എൻ്റെ പോട്ടി മിക്സഡായത്. ഇതിപ്പോൾ ചേന വിത്ത് കണ്ടില്ലേ, ഇതാ ഇത് ചേന വിത്ത്. ഇതാ വിത്ത്, ഈ വിത്താണ് ഇപ്പോൾ നടാൻ പോകുന്നത്. ചെറിയ വിത്താണ്, വിത്ത് ചെറുതാണ്, ചാക്കിലല്ലേ നടുന്നത്, അതുകൊണ്ട് ചെറുതായാലും മതി. എന്താ ഈ വിത്താണ് ഇപ്പം നടാൻ പോകുന്നത്. ഇത് നട്ടേ, ആ ചാക്കിൽ നിന്ന് കിട്ടിയത് തന്നെയാണ്. ഇതിപ്പോൾ ഞാൻ നടാം. ഇത് നറക്കട്ടെ. എന്താ ഇത് ഇതിനകത്ത് ഇതുണ്ടോ, ഇത് നമ്മളിപ്പോൾ ചേന കഴിഞ്ഞാലും ഞാൻ നട്ടിട്ട് നല്ല ചേന കിട്ടി. ചെറിയ നിത്രപ്പറ്റൊന്നും നട്ടി നല്ല വണ്ണവും കിട്ടി, എല്ലാം കിട്ടീനെ. അതുകൊണ്ട് ഞാൻ ഇക്കെല്ലാം കൂടി ഒന്ന് നട്ടു നോക്കട്ടെ വെച്ചിട്ടാണ്, നേരത്തെ നടാൻ വെച്ചിട്ടാണ്. ഇതിപ്പോൾ പിന്നെ എല്ലാവർക്കും ഇത് ചകരിച്ചോറിലാകുമ്പോൾ മണ്ണിലാണെങ്കിൽ കുറച്ച് ഇതാണ് എടുക്കുള്ളൂ. ഇത് ചകരിച്ചോറിൽ നടുമ്പോൾ ഉണ്ടല്ലോ, എല്ലാവർക്കും ചകരിച്ചോറ് നടുമ്പോൾ ഒരു പിന്നെ മണ്ണിളക്കം ഉണ്ടാവും. എന്തായാലും പിടിക്കില്ല, അത് ഉറച്ചു പോവില്ല. നല്ല മണ്ണിളക്കം കിട്ടുന്നതുകൊണ്ട് നല്ലപോലെ കീയും. അതാണ് ഈ ചകരിച്ചോറിൻ്റെ ഗുണം. ഇപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഇതിപ്പോൾ ഇത് 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 നടക്കട്ടെ. രണ്ടാമത്തെ ഇത് നടക്കട്ടെ. ഇതാ ഇത് പിന്നെ ഇതെല്ലാം ഇട്ടിനി പൊടി മിക്സിതാക്കിയതാണ്. ഇത് കുമ്മായവും പൊടിവളം, പിന്നെ വേപ്പും പിണ്ണാക്ക് എല്ലാം കൂടി ഇട്ടിട്ട്, പിന്നെ കാലിവളം, ചകരിച്ചോറ് ഇതെല്ലാം കൂടി ഇട്ടിട്ടുള്ള വളം. ഇത് ഇതിൻ്റെ അടിയിൽ കരിയിലിട്ടു. ഇതിൻ്റെ മേലെ ഒരു ലെയർ ഇത് ഇട്ടു. ഇനിയിപ്പം ഇത് കൂടി നിറക്കട്ടെ. ഇതിങ്ങനെ നിറച്ചിട്ട് നമ്മൾ നട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ചേനയായിട്ട് കിട്ടും. ഞാൻ കഴിഞ്ഞാലും നട്ടിട്ട് എനിക്ക് കിട്ടിയതാണ്, ഞാൻ കാണിക്കേണ്ടി വരും. ഒരു ചെറിയ ചേനയാണ് നട്ടു കഴിഞ്ഞ കൊല്ലം. എന്നിട്ട് നല്ല അനുഭവക്കുള്ള കിട്ടി എനിക്ക്. അതുകൊണ്ട് ഇക്കെല്ലാം ഞാൻ ചാക്കിൽ തന്നെ നടാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് നിങ്ങളിത് കണ്ടു നോക്ക്. ഞാൻ നട്ടിട്ടാകുമ്പോൾ പിന്നെ നിങ്ങളെല്ലാവരും ഇതേപോലെ നടണം. ഇപ്പം ചകിരിച്ചോറ് ഇട്ടു. പിന്നെ രണ്ടാമത്തേത് ഇനിയിപ്പം ഒരു ലെയറും കൂടി പിന്നെ ഇതിടണം, കരിയിലിടണം. അത് കരിയിലും പിന്നെ വാപ്പിൻ്റെ മേലുള്ള പായലില്ലേ, ആ പായലും കൂടി ഉള്ള അത് ഞാൻ അടിച്ച് വരിച്ച് കുറച്ചുകൂടെ കൊണ്ടുവച്ചിട്ട് അതും കൂടി ഇടാം അതിൻ്റെ മേലെ. അതിടാം അതിൻ്റെ മേലെ. എന്താ ഇതുണ്ടോ, ഇതേപോലെ 4 ചാക്കിൻ്റെ അകത്താണ് ഞാനിപ്പോൾ നടക്കുന്നു. ഈ 4 ചാക്കിലും ഇതിപ്പോൾ ഒരിക്കലും ഇട്ടാൽ പോരാ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ കുറച്ച് കരിയിലോ എന്തെന്നാ ഉള്ള വെച്ചാൽ എല്ലാം കൊത്തി അതിന് വേസ്റ്റോ എല്ലാം ഇതിൻ്റെ മേലെ ഇട്ടിട്ടാകുമ്പോൾ പിന്നെയും നിറക്കണം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഇത് മേലെ പാർക്കിൻ്റെ മേലെ നിന്നുള്ള പായൽപ്പൊടിയെല്ലാം. ഇതും കൂടി ഇതിൻ്റെ മേലിട്ട് കുറച്ച് കരിയിൽ ഇത് കുറേശ്ശെ ഇതും ഇതിൻ്റെ മേലെ വാങ്ങിയിട്ട് ഇത് കണ്ടില്ലേ, ലെയർ ഇത് ഇടുക. എന്താ കരിയില നല്ലോണം അടിയിലിട്ടിട്ട് ഞാൻ ഇനിയിപ്പം ഇത് പൊടിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ നല്ലോണം കുറച്ച് പിന്നെ തോലും എല്ലാം വെച്ചിട്ട് എന്നാൽ കുറച്ചും കൂടി ചകരിച്ചോറും വളം ഇട്ട് കൊടുക്കും. എന്നാലും എന്താണെന്ന് വെച്ചാൽ നല്ലോണം ചീഞ്ഞോളും. അത് പിന്നെ നല്ലൊരു ഇതാണ്. നല്ലോണം ഈ ചകരിച്ചോറിലാകുമ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് പോവില്ല. അത് നല്ലോണം അങ്ങോട്ട് മണ്ണ് ഇളക്കം കിട്ടുന്നതുകൊണ്ട് നല്ല വണ്ണം വെച്ച് വരും. ഇനി പിന്നെ മേലെ ഞാൻ കുറച്ചും കൂടി ചകരിച്ചോറ് വരിയിട്ടെ. ഇതാ ഈ കുറേശ്ശും കൂടി ഇട്ടേ. ഇതാ കുറേശ്ശും കൂടി ഇപ്പം തന്നെ അരച്ചാൽ കഴിഞ്ഞിപ്പോൾ അമിഞ്ഞിട്ടാകുമ്പം ആദ്യം നമ്മൾ കുറച്ച് ചപ്പും എല്ലാം വാരിയിട്ടിട്ട് ആദ്യം നിറക്കുക. ആദ്യം അതിൻ്റെ അകത്ത് ഇടുക. എന്നിട്ട് കുറച്ചും കൂടി പിന്നെ വളം ഇട്ട് കൊടുക്കുക. എന്നാൽ നല്ലപോലെ ചേന നല്ല കുമ്പത്തിലെ ചേന കുടം പോലെ എന്ന് പറയും പോലെ തന്നെ ഈ ചേന നല്ലോണം മണം വെക്കും. അത് നട്ട് നിങ്ങൾ നോക്കി നോക്ക്, എന്നിട്ട് പറഞ്ഞോ. നല്ലോണം കിട്ടും. കഴിഞ്ഞ കൊല്ലം നട്ടിട്ട് ഞാൻ കണ്ടതാണ്. കഴിഞ്ഞാലും നല്ല ഞാൻ കുറേ നടന്ന്
പിന്നെ അതുകൊണ്ട് ഇതെല്ലാം പറഞ്ഞത് 100% ഉറപ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ ചെയ്ത് നോക്കിയിട്ടാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇവിടെ പിന്നെ 4 വിത്തുണ്ട്. ഇതാണ് ചേന വിത്ത്. ഇത് ചെറിയ ചേനയാണ്. ഞാൻ കഴിഞ്ഞാലും ചാക്കിൽ നട്ടതിനകത്ത് ഒഴിഞ്ഞിട്ടുള്ള വിത്തായത്. ഞാൻ ആടെ ചെറിയത് ഉള്ളേരെ ഞാൻ ആടെ ഇട്ട് വെച്ചിന്. അതിപ്പോൾ നോക്കുമ്പോൾ ഇത്ര പോലെയുണ്ട്. ചെറിയ ഇതേപോലത്തെ അണുങ്ങ് ഞാൻ അതിലിട്ട് വെച്ചുകൊണ്ട് ഇപ്പോൾ ഇത്ര പോലെ ആയിരുന്നത്. അത് ഞാനിപ്പോൾ ഞാൻ നീരൊക്കെ കളിച്ച് വെച്ചിന്. അതാണിപ്പോൾ നട്ടു കൊടുത്തു. എന്താ ഇതേപോലെ ഇത് കണ്ടില്ലേ? ഇതേപോലെ ഇങ്ങനെ നട്ടു കൊടുത്തു. ഇത് കണ്ടില്ലേ? ഇതേപോലെ ഇത് നട്ടു കൊടുക്കുക. ഇതിപ്പോൾ ചെറിയത് നട്ടു കൊടുത്താലും ഇത് നല്ലോണം കഴിഞ്ഞു ചെയ്യും. ഇത് കണ്ടില്ലേ? ഇത് നട്ടു കൊടുത്തു. ഇതിനകത്ത് തന്നെ ആയതാണ്. ചെറിയ വിത്ത് കൊണ്ടുപോയി ഞാൻ ഈ മറ്റേ ചേന കളക്കുമ്പോൾ അതിന് ചെറിയ സൈഡിലേത് പൊട്ടിച്ചിട്ടിട്ട് അത് തീർത്തിട്ടുണ്ടായ വിത്താണത്. ഇത്രയേ ഉള്ളൂ. അതാണ് ഞാനിപ്പം നടുന്നത്. നമ്മുടെ അടുത്തുള്ള വിത്ത് തന്നെയാണ്. അതുകൊണ്ട് എന്തായാലും മോശം വരില്ല. നല്ല വിത്ത് തന്നെ ചായയിൽ തന്നെ നട്ടതാണ്. ഇനിയിപ്പം വെള്ളം നനക്കണം. ഇപ്പം വെള്ളം നനക്കട്ടെ. ഇനിയിപ്പോൾ അതിന് വെള്ളം നനക്കണം. ഇപ്പം കുറേശ്ശെ വെള്ളം നനക്കണം. ഇന്നിപ്പോൾ ഇവിടെ തന്നെ വെക്കുന്നില്ല. നാളെ ഞാൻ ഇട്ട് മാറ്റി വെക്കാം. ഇന്നിപ്പം കുറച്ച് വെള്ളം നനക്കട്ട്. ഇപ്പോൾ കുറേശ്ശെ വെള്ളം നനച്ച് കൊടുത്ത് ഇതാണ് ചാക്കിൽ വരുന്ന ചേന. ഇത് നിങ്ങളിപ്പം കണ്ടോ? നല്ല കുമ്പത്തിലെ ചേന കുടം പോലെ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് നല്ല കുടം പോലെ കിഞ്ഞ് വരും. എത്ര വണ്ണത്തിൽ തന്നെ കിഞ്ഞ് വരും. അത് നിങ്ങൾക്ക് ഞാൻ ആയിട്ടാകുമ്പോൾ കളിച്ചിട്ട് കാണിച്ചു തരാം. സൂക്കേടൊന്നുമില്ലാണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ചേന കാണിച്ചു തരാം. സൂക്കേട് വന്ന് പോയിന് പിന്നെ പാട്ടുകാരില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം. ഇത് നല്ലൊരു ടിപ്പാണ്. അതുകൊണ്ട് പിന്നെ ഇത് ഞാൻ അനുഭവത്തിൽ വന്നതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വന്നതാണ്. അതുകൊണ്ട് ഇതിപ്പോൾ പിന്നെ നിങ്ങൾ ചേന നടേണ്ട സമയമായി. ഇനി ചേന നടുന്നതിന് ഒരു കുഴപ്പമില്ല. എല്ലാവരും ഒരു 5 മൂട് ചേന നട്ടാൽ നിങ്ങളുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള ചേനയാവും. നമ്മൾ പൈസ കൊടുത്ത് മേടിക്കണ്ട. അതാണ് ഞാനിപ്പോൾ ഇനി കുറച്ചും കൂടി നടും. ഇതിപ്പം ഇത്രയും എൻ്റെ അടുത്ത് വിത്തുള്ളൂ. വിത്ത് കൊണ്ടുവന്നിട്ട് കുറച്ചും കൂടി നടണമെന്നുണ്ട്. ഇതിപ്പോൾ തൽക്കാലത്തിലേ നടും. ഒരു 10 ചാക്കും കൂടി നടാമെന്നുള്ളൊരു അഭിപ്രായം എൻ്റെ അടുത്തുണ്ട്. ഇതാകുമ്പോൾ നമ്മൾ നട്ടു കൊടുക്കുമല്ലേ വേണ്ടു. വേറെ ഒന്നും ചെയ്യണ്ടല്ലോ. മരുന്നടിച്ച് കൊടുക്കുകയൊന്നും വേണ്ട. കുറച്ച് ചപ്പോ കുറച്ച് തോരൽ കുറച്ച് കഴിയുമ്പോൾ ഉപ്പിലേൻ്റെ ചപ്പോ അതെല്ലാം കൊത്തിയിട്ടിട്ട് ഇതിൻ്റെ മേലെ ഇട്ടു. ഇതിൻ്റെ മേലെ കൊത്തി കൊടുക്കും. ഇനിയിപ്പോൾ ആ പച്ച ചപ്പുണ്ട് കൊത്താൻ. അത് കൊത്തിയിട്ട് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കും. എന്നാൽ അതും കൂടി അങ്ങ് പൊടിച്ച് വരുന്നവരെ നല്ല തണുപ്പും പിടിച്ചാൽ നല്ലോണം പൊടിക്കും. ഇന്നത്തെ വീഡിയോ ഇനിയിപ്പോൾ പിന്നെ ഞാൻ ഇന്നിപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പം പിന്നെ നിങ്ങളെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലാവരും പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെല്ലാവരും സഹകരണം കൊണ്ടും നിങ്ങളെല്ലാവരും സന്തോഷം കൊണ്ടും നിങ്ങളെല്ലാവരും ആ ഒരു പ്രാർത്ഥന കൊണ്ടുമാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എന്നും നിങ്ങളെ പ്രാർത്ഥനയും നിങ്ങളെ ആ ഒരു അനുഗ്രഹവും എനിക്ക് എപ്പം വേണം. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് എപ്പം ഞാൻ നന്ദിയുള്ളവളാണ്. ഞാൻ കടപ്പെട്ടുള്ളതാണ്. അതുകൊണ്ട് ഇനി നാളെ ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങൾ പിന്നെ നന്ദി, നമസ്കാരം.